നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള വടമയിൽ പൊള്ളലേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വടമ എടമുള വീട്ടിൽ രവിയുടെ ഭാര്യ 60 വയസ്സുള്ള ഉഷയാണ് മരിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. 2023 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഉത്രാടക്കിഴി ചാലക്കുടി ചാഴൂർ കോവിലകത്ത് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ എത്തി. രമണി തമ്പുരാൻ, മകൾ ശ്രീലേഖ വർമ്മ എന്നിവർ ഉത്രാടക്കിഴി ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. മാള വടമയിൽ പൊള്ളലേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വടമ എടമുള വീട്ടിൽ രവിയുടെ ഭാര്യ 60 വയസ്സുള്ള ഉഷയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. അപകട സമയത്ത് ഭർത്താവ് രവി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രവിക്ക് ചായ നൽകിയ ശേഷം അകത്തുപോയ ഉഷയെ പല പ്രാവശ്യം വിളിച്ചിട്ടും കാണാതായതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് അടുക്കളയിൽ മരിച്ച നിലയിൽ കണ്ടത്. ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടെ തീപ്പൊള്ളലേറ്റതാവാം എന്നാണ് നിഗമനം. പോലീസും ഫയർഫോഴ്സും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. 2023 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്നത്. പോലീസിന്റെ ഭീഷണിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ലഭിച്ചത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യത്തിലുള്ളത്. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണിപ്പോൾ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 2023 ഏപ്രിൽ 5-നാണ് സംഭവം. തൃശൂർ ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കുകയായിരുന്നു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഷർട്ടടക്കം ഊരിമാറ്റിയ നിലയിലാണ് സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. സ്റ്റേഷനിൽ എത്തിയത് മുതൽ 3-ലധികം പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ടായിരുന്നു മർദ്ദനം. സ്റ്റേഷനിൽ വെച്ച് കുനിച്ചു നിർത്തി സുജിത്തിന്റെ പുറത്തും മുഖത്തുമടക്കം അടിക്കുന്നത് ദൃശ്യത്തിലുണ്ട്. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാന സർക്കാരിന്റെ ഉത്രാടക്കിഴി ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് സമീപം ചാഴൂർ കോവിലകത്ത് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ എത്തി. രമണി തമ്പുരാൻ, ഇവരുടെ മകൾ ശ്രീലേഖ വർമ്മ എന്നിവർ സർക്കാരിന്റെ ഓണപ്പാരിതോഷികമായ ഉത്രാടക്കിഴി സർക്കാരിന്റെ പ്രതിനിധിയായ തഹസിൽദാർ KA ജേക്കബിൽ നിന്നും ഏറ്റുവാങ്ങി. ഇത് 13ാമത്തെ തവണയാണ് ഉത്രാടക്കിഴി ഈ കോവിലകത്ത് എത്തുന്നത്. ആദ്യകാലങ്ങളിൽ താലൂക്ക് ആസ്ഥാനത്തെത്തിയാണ് ഉത്രാടക്കിഴി സ്വീകരിച്ചിരുന്നത്. പിന്നീട് അത് വീടുകളിലേക്ക് എത്തിച്ച് കൊടുക്കുന്ന രീതിയിലായി. 1000 രൂപയടങ്ങിയതാണ് ഉത്രാടക്കിഴി. രാജഭരണകാലത്ത് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് രാജാവ് നൽകിയിരുന്ന ഓണസമ്മാനമാണ് ഉത്രാടക്കിഴി. രാജഭരണം അവസാനിച്ചതോടെ ഈ സമ്പ്രദായം സർക്കാർ ഏറ്റെടുത്തു. വാർഡ് കൗൺസിലർ BJ ജോജി, ഹെഡ്ക്വാർട്ടേഴ്സ് തഹസിൽദാർ CV സുരേഷ് കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ CA ഷൈജു, കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ MJ ആൻഡ്രു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബർ 2-ന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ആകെ 2,83,12,463 വോട്ടർമാരാണ് ഉള്ളത്. പട്ടികയിൽ നിന്നും പേരൊഴിവാക്കുന്നതിന് 4,88,024 അപേക്ഷകളാണ് ലഭിച്ചിരുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിന് ശേഷം പുതിയ വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ജൂലൈ 23-ന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ആകെ 2,68,78,258 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. പുതിയ പട്ടികയിൽ 1,33,52,945 പുരുഷന്മാരും 1,49,59,242 സ്ത്രീകളും 276 ട്രാൻസ്ജെൻഡേഴ്സുമാണുള്ളത്. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത്. ഇതിനു പുറമെ പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ 2067 പേരുണ്ട്. 14 ജില്ലകളിലായി 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകളിലെയും 87 മുനിസിപ്പാലിറ്റികളിലെ 3,240 വാർഡുകളിലെയും 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകളിലെയും അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. അതാത് വോട്ടർ പട്ടിക കമ്മീഷന്റെ SCC
government.in എന്ന വെബ്സൈറ്റിലും തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ്. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് ഓഗസ്റ്റ് 12 വരെ ലഭിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ചും ഹിയറിംഗ് നടത്തിയുമാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ 29,81,310 പുതിയ അപേക്ഷകർ ഉണ്ടായിരുന്നു. പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നതിന് ആകെ 4,88,024 അപേക്ഷകളാണ് ലഭിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. അമ്പഴക്കാട് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. വാർഡ് മെമ്പർ KV രഘു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജോർജ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഓണപ്പുടവ വിതരണം ചെയ്തു. CN രാധാകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. ഗൗരി ദാമോദരൻ, ഡേവിസ് നെല്ലിശ്ശേരി, TI വർഗീസ്, CN രാധാകൃഷ്ണൻ, AC മോഹനൻ എന്നിവർ സംസാരിച്ചു. മൂഴിക്കുളം ഗ്രീൻസ് ഫാമിലി ക്ലബ്ബ് ഓണാഘോഷവും കുടുംബ സംഗമവും നടത്തി. സുരേഷ് ശ്രീകണ്ഠേശ്വരത്ത് ഉദ്ഘാടനം ചെയ്തു. ഓണസന്ദേശം നൽകി. ഓണത്തിന് മതാത്മകമായ ചിഹ്നമൊക്കെ പിൽക്കാലത്ത് കയറി വന്നതാണ്. അതിന് മുമ്പ് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ BC 2-ാം നൂറ്റാണ്ടിൽ തൊട്ട് ഓണത്തിൻ്റെ വേരുകളുണ്ട്. അത് പിൽക്കാലത്തേക്ക് വന്നപ്പോൾ മറ്റ് വൈദേശികമായ സഞ്ചാരികളൊക്കെ ഇങ്ങോട്ടെത്തി കഴിയുമ്പോൾ അവർ കേരളത്തിലേക്ക് കടന്നു വരുന്നൊരു സമയം ഈ ചിങ്ങമാസമായിരുന്നു. കർക്കിടകമൊക്കെ കഴിഞ്ഞ് ചിങ്ങമാസത്തിലാണ് അവരിങ്ങോട്ട് കടന്നു വന്നിരുന്നത്. അവരൊരുപാട് സ്വർണവുമൊക്കെ ആയിട്ട് വരുന്നു. ഇവിടെ നിന്ന് കറുത്ത പൊന്നും മറ്റ് സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ കപ്പലുകളിൽ നിറച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ പൊന്നു വരുന്ന ഒരു മാസമായിരുന്നു ചിങ്ങമാസം. അതുകൊണ്ട് പൊന്നിൻ ചിങ്ങമാസം നമുക്കുണ്ടായി. ഒരുപാട് പൊന്നു വരുന്ന ഒരു മാസമാണ്. ക്ലബ് പ്രസിഡന്റ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കാളത്തി മേക്കാട് മന പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ക്ലബ്ബ് വനിതാ കൂട്ടായ്മയുടെ ഉദ്ഘാടനം, പുതിയ അംഗങ്ങളെ ആദരിക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു. ബിൻസിപ്പോൾ, CD സണ്ണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ, മത്സരങ്ങൾ, ഓണസദ്യ എന്നിവ നടന്നു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആളൂർ യൂണിറ്റ് ഓണാഘോഷം നടത്തി. ജില്ലാ കമ്മിറ്റി മെമ്പർ KA അനീഫ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PS സേതുമാധവൻ ഓണസന്ദേശം നൽകി. സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ, ഓണാഘോഷ കമ്മിറ്റി കൺവീനർ AR ഡേവിസ്, VA ജോണി, KK ദേവസിക്കുട്ടി, EV രമണി എന്നിവർ സംസാരിച്ചു. MK ഉത്തമൻ, EK ജനാർദ്ദനൻ, EV സുശീല എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പെൻഷനേഴ്സ് വനിതാ വേദിയുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ, മത്സരങ്ങൾ, സമ്മാനദാനം, ഓണസദ്യ എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള വടമയിൽ പൊള്ളലേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വടമ എടമുള വീട്ടിൽ രവിയുടെ ഭാര്യ 60 വയസ്സുള്ള ഉഷയാണ് മരിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. 2023 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഉത്രാടക്കിഴി ചാലക്കുടി ചാടൂർ കോവിലകത്ത് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ എത്തി. രമണി തമ്പുരാൻ മകൾ ശ്രീലേഖ വർമ്മ എന്നിവർ ഉത്രാടക്കിഴി ഏറ്റുവാങ്ങി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.